10th സ്റ്റാൻഡേർഡിലെ മാത്തമാറ്റിക്സിലെ അരിത്മെറ്റിക് സീക്വൻസസ് അഥവാ സമാന്തര ശ്രേണികൾ എന്ന ചാപ്റ്ററാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ചാപ്റ്ററിൽ നിന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഏതാനും ചില പ്രോബ്ലംസ് കൂടി നമുക്ക് ചെയ്തു നോക്കാം. ഒന്നാമത്തെ പ്രോബ്ലം, nth term of an arithmetic sequence is an equals 7 minus 4n. Find its sum of n terms. അതായത് ഒരു സമാന്തര ശ്രേണിയുടെ അഥവാ അരിത്മെറ്റിക് സീക്വൻസിന്റെ n-ാം പദം an ഈക്വൽസ് 7 മൈനസ് 4n. n പദങ്ങളുടെ തുക എന്ത് എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോ നമുക്ക് എന്ത് തന്നിട്ടുണ്ട് ഇവിടെ? nth ടേം എന്താണ് എന്ന് തന്നിട്ടുണ്ട്. എന്താണ്? an ഈക്വൽസ് 7 മൈനസ് 4n. an ഈക്വൽസ് 7 മൈനസ് 4n. n പദങ്ങളുടെ തുക കാണണമെങ്കിൽ നമുക്ക് എന്തെല്ലാം വേണം? അതിന്റെ ഇക്വേഷൻ എന്താണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട് n/2 ഇൻറ്റു xn പ്ലസ് x1, അതല്ലെങ്കിൽ n/2 ഇൻറ്റു അവസാന പദം പ്ലസ് ആദ്യ പദം. ആ ഇക്വേഷൻ അനുസരിച്ച് നമുക്ക് ആദ്യം അവസാന പദം നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ, an ഈക്വൽ 7 മൈനസ് 4n എന്നത്. ഇനി ഇതിന്റെ ആദ്യ പദം എന്ത് നമുക്ക് നോക്കണം. ഫസ്റ്റ് ടേം അല്ലെങ്കിൽ x1 ഈക്വൽസ് എന്താണ്? ഈ എന്നിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം? 1 അപ്ലൈ ചെയ്യുക. അപ്പൊ എന്തൊരു 7 മൈനസ് 4 ഇൻറ്റു 1 ഈക്വൽസ് 7 മൈനസ് 4 ഈക്വൽസ് 3 എന്ന് കിട്ടും. xn എന്ന് പറയുന്നത് nth ടേം എന്ന് പറയുന്നത് 7 മൈനസ് 4n ആണ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അതിന്റെ സം എന്താണ്? സം ഓഫ് n ടേം ഈക്വൽസ് എന്ത് വരും? n/2 ഇൻറ്റു xn പ്ലസ് x1. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. n/2 ഇൻറ്റു xn എന്താണ്? 7 മൈനസ് 4n പ്ലസ് x1 എത്രയാണ്? 3 അല്ലെ? ഈക്വൽസ് n/2 ഇൻറ്റു 7 പ്ലസ് 3 10 മൈനസ് 4n എന്ന് നമുക്ക് കിട്ടും. ഇതിനെ നമുക്ക് വീണ്ടും ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യാം. അപ്പൊ എന്ത് ചെയ്യും? n/2 ഇൻറ്റു 10 മൈനസ് n/2 ഇൻറ്റു 4n എന്ന് എഴുതാം അല്ലെ? ഈ 2ഉം 10ഉം ക്യാൻസൽ ആക്കാം. എത്ര ടൈംസ്? 5 ടൈംസ്. അതുപോലെ തന്നെ ഈ 2ഉം 4ഉം ക്യാൻസൽ ആക്കാം. 2 ടൈംസ് എന്ന് കിട്ടിയിരിക്കുന്നു. അപ്പൊ എന്ത് വരും? n ഇൻറ്റു 5n മൈനസ് 2n ഇൻറ്റു n 2n സ്ക്വയർ. ഇതാണ് സം ഓഫ് n ടേംസ് in this arithmetic sequence. ഈ arithmetic sequenceൽ അഥവാ സമാന്തര ശ്രേണിയിലെ n പദങ്ങളുടെ തുക എന്തായി വരും? 5n മൈനസ് 2n സ്ക്വയർ എന്ന് വരും. ഇനി രണ്ടാമത്തെ ചോദ്യം എന്താണ്? If 5 square into 5⁴ into 5⁶ into etc. into 5⁴n equals 0.008 whole raised to minus 30, find n. അതായത് 5⁻², 5⁻⁴, 5⁻⁴ എക്സെട്രാസ് അപ് ചെയ്ത് 5⁻²n വരെ ഏതിന് തുല്യമാണ്? 0.008 whole raised to minus 30ക്ക് തുല്യമാണ്. അങ്ങനെയെങ്കിൽ എന്നിന്റെ വില എന്ത് എന്നാണ് നമ്മളുടെ ചോദ്യം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. ആദ്യം LHS എന്ന് പറഞ്ഞാൽ എന്താണ്? 5 square into 5⁴ into 5⁶ into etc. എന്ത് വരും? ഇൻറ്റു 5⁻²n വരും അല്ലെ? അപ്പോ ഇത് നമുക്ക് എന്തെഴുതാം? a⁻m ഇൻറ്റു എക്സെട്രാ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും a⁻m പ്ലസ് n പ്ലസ് എക്സെട്രാ ആ നിലക്ക് പോകും അല്ലെ? അപ്പൊ ഇത് നമുക്ക് ഇങ്ങനെ എഴുതാം 5⁻² പ്ലസ് 4 പ്ലസ് 6 പ്ലസ് എക്സെട്രാ ഏത് വരെ? അപ് ടു 2n വരെ അങ്ങ് പോകും. ഈക്വൽസ്. ഇനി ഇതില് ഇതൊക്കെ ഈവൻ നമ്പേഴ്സ് ആയതുകൊണ്ട് അല്ലെ, 2, 4, 6, 8 ഇതൊക്കെ 2ന്റെ മൾട്ടിപ്പിൾസ് ആണ്. എന്ത് ചെയ്യാം? നമുക്ക് 2 നമുക്ക് ഔട്ട് സൈഡിൽ എടുക്കാം. അപ്പൊ 5⁻² ഇൻറ്റു 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സെട്രാ ലാസ്റ്റ് ടൈം ഇത് വരും n എന്ന് വരും. ഇങ്ങനെ എഴുതിക്കൂടെ? ഇതാ ഈക്വൽസ് 5
2 into 1 plus ഇനി എന്താണ് 1 plus 2 plus 3 plus etc up to n ആദ്യത്തെ n പദങ്ങളുടെ തുക ആദ്യത്തെ 5 എണ്ണൽ സംഖ്യകളുടെ n വരെയുള്ള ആദ്യത്തെ n വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക എന്തായിരിക്കും അതിന്റെ തുക എന്തായിരിക്കും ഹാഫ് ഇൻറ്റു n ഇൻറ്റു n പ്ലസ് 1 എന്നുള്ളതായിരിക്കും അല്ലേ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പൊ എന്ത് വരും നമുക്ക് അത് എന്തെഴുതാം ഈ 1 തൊട്ട് n വരെയുള്ള സംഖ്യയുടെ തുക നമുക്ക് എന്തെഴുതാം 1/2 ഇൻറ്റു n ഇൻറ്റു n പ്ലസ് 1 എന്നെഴുതാം അല്ലേ ഇതിൽ നോക്കാം ഈ 1/2 2 ഈ സ്ക്വയറിൽ 2 ഇത് രണ്ടും നമുക്ക് വെട്ടാം അപ്പൊ നമുക്ക് എന്ത് കിട്ടുന്നു 5 raised to എന്ത് വരുന്നു 1 into n into n plus 1 എന്നുള്ളത് n into n plus 1 എന്ന് നമുക്ക് കിട്ടും ഇനി ഇതിന്റെ റൈറ്റ് ഹാൻഡ് സൈഡ് എന്താണെന്ന് നമുക്ക് നോക്കാം ആ ചോദ്യത്തിന്റെ റൈറ്റ് ഹാൻഡ് സൈഡ് എന്താണ് 0.008 whole raised to minus 13 ആണ് അല്ലേ 0.008 whole raised to minus 13 ആണ് 0.008 whole raised to minus 13 ആണ് ഈ 0.008 നമുക്ക് എന്ത് എഴുതാം 8/1000 എന്ന് എഴുതിക്കൂടെ 8/1000 whole raised to minus 13 എഴുതാം ഈ 8/1000 എന്നുള്ളതിന് നമുക്ക് വെട്ടാം 8 കൊണ്ട് 100നെ 8 കൊണ്ട് വെട്ടാം 1 10 എത്ര പ്രാവശ്യം പോകും 1 പ്രാവശ്യം പോകും ബാക്കി 2 20 എത്ര പ്രാവശ്യം പോകും 2 പ്രാവശ്യം പോകും 2 16 ബാക്കി 4 40 എത്ര പ്രാവശ്യം പോകും 5 പോകും അപ്പൊ നമുക്കത് ചുരുക്കിയിട്ട് എന്ത് എഴുതാം 1/125 whole raised to minus 13 എഴുതാം ഇനി ഈ 125 എന്ന് പറഞ്ഞത് 5ന്റെ ഏതെങ്കിലും പവേഴ്സ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുമോ 5 raised to 3 ആണ് 125 എന്ന് പറയുന്നത് 5 into 5 into 5 5 25 25 125 അപ്പൊ നമുക്ക് ഇവിടെ എന്ത് എഴുതാം 1/5 cube whole raised to minus 13 എഴുതാം ഈ 5 cube 1/5 cube എന്ന് പറഞ്ഞാൽ എന്താണ് 5 raised to minus 3 ആണ് അല്ലേ 1/5 cube എന്ന് പറഞ്ഞാൽ എന്താണ് 5 raised to minus 3 whole raised to minus 3 നമുക്ക് എഴുതാം എന്ന് പറഞ്ഞാൽ എത്രയാണ് 5 raised to a raised to m whole raised to n എന്താണ് a raised to mn അപ്പൊ അതിനനുസരിച്ച് എന്ത് ചെയ്യും -3 into -30 എന്താണ് മൈനസ് into മൈനസ് പ്ലസ് ആവും 3 into 30 90 ആവും 5 raised to 90 എന്ന് നമുക്ക് കിട്ടും 5 raised to 90 എന്ന് നമുക്ക് കിട്ടും അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി 5 raised to 5 raised to n into അല്ലെ n plus 1 എന്ന് പറയുന്നത് അപ്പോൾ എന്തായി 5 raised to 90 അല്ല 5 raised to 90 ആണ് ഇങ്ങനെ കിട്ടും അല്ലെ രണ്ട് സൈഡ് നമ്മൾ ഇതുപോലെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ RHS ല് LHS ല് നമുക്ക് എന്ത് കിട്ടി 5 raised to n into n plus 1 എന്നും റൈറ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് എന്ത് ചെയ്യും 5 raised to 90 എന്ന് നമുക്ക് കിട്ടും അപ്പോൾ നമ്മൾ ഇക്വേറ്റ് ചെയ്യുക 5 raised to n into n plus 1 equals 5 raised to 90 എന്ന് കിട്ടും അപ്പൊ n into n plus 1 എന്തായിരിക്കും അപ്പോൾ therefore n into n plus 1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും 90 അല്ലേ അപ്പൊ n into n plus 1 equals അപ്പൊ എന്ത് വരും 90 എന്ന് കിട്ടും അപ്പൊ ഏതൊരു സംഖ്യയും അതിനോട് കൂടിയിട്ട് 1 കൂട്ടിയിട്ടുള്ള സംഖ്യയും ഗുണിക്കുമ്പോൾ എന്ത് കിട്ടുന്നു 90 കിട്ടും എന്താണ് 9ഉം 10ഉം മൾട്ടിപ്ലൈ ചെയ്താല് എന്ത് കിട്ടും 90 കിട്ടും അല്ലേ അപ്പൊ 9 into 10 ആണ് ഏത് 90 എന്ന് പറയുന്നത് therefore n equals എത്ര വരും 9 എന്ന് നമുക്ക് കിട്ടാം ഇത് മറ്റൊരു രൂപത്തിൽ നമുക്ക് ചെയ്യാം ഇത് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നു n into n plus 1 equals 90 അല്ലെ ഇത് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നു n into n plus 1 equals 90 അപ്പോൾ അതുകൊണ്ട് ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ n into n എന്താണ് n square plus n equals 90 അതല്ലെങ്കിൽ ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ രൂപത്തിൽ നമുക്ക് മാറ്റുകയാണെങ്കിൽ n square plus n minus 90 equals 0 എന്നിന്റെ കോഎഫിഷ്യന്റ് നോക്കുക എന്നിന്റെ കോഎഫിഷ്യന്റ് എത്രയാണ് 1 ആണ് പിന്നെ അതിന്റെ കോൺസ്റ്റന്റ് ടൈം ഏതാണ് 90 ആണ് അപ്പൊ ഈ എന്നിന്റെ കോഎഫിഷ്യന്റ് ആഡ് ചെയ്യുമ്പോൾ കൂട്ടുമ്പോൾ ഈ എന്നിന്റെ കോഎഫിഷ്യന്റ് ആയ 1ഉം ഗുണിക്കുമ്പോൾ ഈ കോൺസ്റ്റന്റ് ടൈം ആയ -90 കിട്ടുന്ന ടേംസ് ഏതൊക്കെയാണെന്ന് നോക്കുക അപ്പൊ അത് ഏതൊക്കെ ആയിരിക്കും അപ്പോ ഇവിടെ പ്ലസ് ആണെങ്കിൽ എന്തായിരിക്കും 10 ആയിരിക്കണം പ്ലസ്
പ്ലസ് 10 ഇൻറ്റു മൈനസ് 9 എന്ന് പറഞ്ഞത് ഈ സംഖ്യ ശരിയാവില്ലേ? 10ഉം വലിയ സംഖ്യ ആയിരിക്കണം ഇവിടെ പ്ലസ്. അപ്പൊ 10 ഇൻറ്റു മൈനസ് 9 എന്ന് പറഞ്ഞെങ്കിൽ നോക്കിയത് കൂട്ടുമ്പോൾ എത്ര കിട്ടുക? +1 കിട്ടും. ഗുണിക്കുമ്പോൾ എന്ത് കിട്ടും? മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും -19 നമുക്ക് കിട്ടും. അപ്പൊ ഇതിനെ നമ്മൾ എന്ത് ചെയ്യാം? n plus 9 അല്ല സോറി n plus 10 into n minus 9 equals 0 എന്ന് എഴുതാം. Therefore n equals അപ്പൊ എന്ത് വരും? ഇങ്ങനെ വരുമ്പോൾ ഒന്നുമില്ലെങ്കിൽ ഈ ടേം 0 അതല്ലെങ്കിൽ ഈ ടേം 0. n plus 10 0 ആകുമ്പോൾ n ന്റെ വില എന്തായിരിക്കും? -10 ആയിരിക്കും. n minus 9 0 ആകുമ്പോൾ n ന്റെ വില എത്രയായിരിക്കും? 9 എന്നായിരിക്കും അല്ലേ? 9 ആയിരിക്കും. അപ്പൊ ഇതിൽ ഏതാണ് പോസിബിൾ ആയിട്ടുള്ളത്? ഇപ്പൊ എന്താണ് നമ്മുടെ ചോദ്യം? ഇവിടെ ഇതെല്ലാം എന്ത് സംഖ്യകളാണ്? ഇതെല്ലാം പോസിറ്റീവ് നമ്പേഴ്സ് ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ ഈ എന്നിന്റെ സ്ഥാനത്ത് ഏതാണ് വരിക? പോസിറ്റീവാ വരിക. നെഗറ്റീവ് വരാൻ സാധ്യത ഉണ്ടാവും. എന്നിന്റെ വില മൈനസിന് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നായിരിക്കും 2 എന്ന് പറഞ്ഞാൽ -20 എന്ന് വരും. നെഗറ്റീവ് വരാൻ സാധ്യത ഉണ്ടോ? ഇല്ല. അപ്പൊ ഏത് വരാനാ സാധ്യത? പോസിറ്റീവ് ആയിട്ടുള്ള നമ്പർ മാത്രമേ അവിടെ വരാൻ സാധ്യതയുള്ളൂ. അപ്പോൾ എന്നിന്റെ വാല്യൂ എത്രയായിരിക്കും? 9 ആയിരിക്കും. ഇത് എന്താണ്? നോട്ട് പോസിബിൾ ആണ്, സാധ്യമല്ല. ഇതായിരിക്കും ആൻസർ. n equals 9 എന്നുള്ളതായിരിക്കും ഇവിടെ ഇതിന്റെ ആൻസർ. ഓക്കെ, മനസ്സിലായല്ലോ അല്ലെ? ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം എന്താ നോക്കാം. 23rd term of an arithmetic sequence is 32. 25th term is 104. Then what is common difference? Which is the middle term of the first 35 terms? And find the sum of first 35 terms. അതായത് ഒരു അരിത്മെറ്റിക് സീരീസിന്റെ അല്ലെങ്കിൽ സമാന്തര ശ്രേണിയുടെ 23ാമത്തെ പദവും 35ാമത്തെ പദവും നമുക്ക് തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? 23ാമത്തെ പദം ഏതാണ്? 32 ആണ്. 35ാമത്തെ ടേം ഏതാണ്? 104 ആണ്, 104 ആണ്. അങ്ങനെയെങ്കിൽ ഒന്നാമത്തെ ചോദ്യം എന്താണ്? വാട്ട് ഈസ് ദി കോമൺ ഡിഫറൻസ്? പൊതു വ്യത്യാസം എന്ത് എന്നാണ് നമുക്ക് ആദ്യത്തെ ചോദ്യം. നമുക്ക് 23rd ടേം തന്നിട്ടുണ്ട് അല്ലെ? 23rd ടേം നമുക്ക് തന്നിട്ടുണ്ട്. x23 നമുക്ക് തന്നിട്ടുണ്ട്. എത്ര തന്നിരിക്കുന്നത്? 32 ആണ്. 32 ആണ്. x35 നമുക്ക് തന്നിട്ടുണ്ട്. x35 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 194 എന്ന് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. നമുക്കറിയാം ഈ 23ാമത്തെ ടേമിന്റെ കൂടെ എത്ര പൊതുവ്യത്യാസങ്ങൾ കൂട്ടിയാൽ, എത്ര ടൈംസ് പൊതുവ്യത്യാസം കൂട്ടിയാൽ 35 കിട്ടും? എത്ര ടൈംസ് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 104 കിട്ടും. 23ന്റെ കൂടെ എത്ര കിട്ടും? 35 കിട്ടും. 12 കൂട്ടിയാലാണ് അല്ലെ? അപ്പൊ 12 ഇൻറ്റു പൊതുവ്യത്യാസം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 104 കിട്ടണം. ഏതിന്റെ കൂടെ? 32ന്റെ കൂടെ. അപ്പൊ 23rd ടേം പ്ലസ് 12 ഇൻറ്റു ഡി അല്ലെങ്കിൽ 12d എന്ന് പറയുന്നതാണ് ഏത് 35th ടേം. അങ്ങനെയല്ലേ? 23ന്റെ കൂടെ ഒരു ഡി കൂട്ടിയിട്ടുണ്ടെങ്കിൽ 24th ആയി, 2 ഡി കൂട്ടിയിട്ടുണ്ടെങ്കിൽ 25th ആയി. അങ്ങനെ എത്ര ടേംസ്? 12d ടേംസ്. 12 ഇൻറ്റു ഡി ടേംസ് 12 ഇൻറ്റു ഡി ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 35th ടേം നമുക്ക് കിട്ടും. അപ്പൊ 23rd ടേം എന്താണ്? 32 പ്ലസ് 12d ഈക്വൽസ് എന്താണ്? 35th ടേം, അതായത് 104 നമുക്ക് കിട്ടും. കിട്ടില്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ 12d എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 104 മൈനസ് 32. അപ്പൊ എന്ത് വരും? 72 എന്ന് കിട്ടും. അപ്പോൾ d എന്ന് പറഞ്ഞാൽ അപ്പൊ എത്രയായിരിക്കും? 72 ഡിവൈഡ് ബൈ 12 ഈസ് ഈക്വൽ 6. നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടി, പൊതു വ്യത്യാസം കിട്ടി, 6 എന്ന് കിട്ടി. ഒന്നാമത്തെ ആൻസർ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഒന്നാമത്തെ ആൻസർ നമ്മൾ ചെയ്തു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? Which is the middle term of the 35 terms? 35 ടേംസ് ഉള്ള ഒരു അരിത്മെറ്റിക് സീക്വൻസ് ആണ് ഇതെങ്കിൽ അതിന്റെ മിഡിൽ ടേം ഏത് എന്നാണ് അടുത്ത ചോദ്യം. അതിന്റെ മധ്യപദം എന്നാണ് നമ്മളുടെ ചോദ്യം. ഇവിടെ എത്ര ടേംസ് ആണ്? 35 ടേംസ് ആണുള്ളത്. അപ്പൊ അതിന്റെ മിഡിൽ ടേം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മിഡിൽ ടേം എത്രാമത്തെ ടേം ആയിരിക്കും മിഡിൽ ടേം എന്ന് പറയുന്നത്?
35 ടേംസ് അല്ലേ മൊത്തം. അപ്പൊ 35 പ്ലസ് 1/2 ടേംസ് ആയിരിക്കും. അതായത് 36/2 ടേംസ് ആയിരിക്കും. അതായത് 18th ടേം ആയിരിക്കും. എത്രാമത്തെ ടേം ആയിരിക്കും അതിന്റെ മിഡിൽ ടേം? 18th ടേം ആയിരിക്കും അതിന്റെ മിഡിൽ ടേം എന്ന് പറയുന്നത്. എങ്ങനെ നമുക്ക് 18th ടേം കണ്ടുപിടിക്കാം? നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. 23rd ടേം കൊണ്ട് 35th ആക്കാൻ നമ്മൾ എന്ത് ചെയ്തു? അതിന്റെ കൂടെ 12d ആഡ് ചേർത്തു. അതുപോലെ തന്നെ 18th ആക്കിയിട്ട് കൂടെ പുറകോട്ട് പറഞ്ഞെങ്കിൽ എന്ത് ചെയ്യണം? 23ൽ നിന്ന് 23rd ടേംസിൽ നിന്ന് 5d സബ്സ്ട്രാക്ട് ചെയ്താൽ മതിയാവും അല്ലെ? 5d സബ്സ്ട്രാക്ട് ചെയ്ത് 23 - 5 ആണ് 18. അപ്പൊ അതുകൊണ്ട് തന്നെ 5d സബ്സ്ട്രാക്ട് ചെയ്താൽ ഇത് 18th ടേം ലഭിക്കും. അപ്പൊ 18th ടേം എന്ന് പറഞ്ഞത് അപ്പൊ എന്തായിരിക്കും? 23rd ടേം മൈനസ് 5d ആയിരിക്കും. അതായത് 18ാം പദം എന്ന് പറയുന്നത് 23ാം പദം മൈനസ് 5d ആയിരിക്കും. 5ന്റെ പൊതു വ്യത്യാസമായിരിക്കും. 23ാമത്തെ പദം നമുക്ക് എത്ര തന്നിരിക്കുന്നത്? 23rd ടേം പറയുന്നത് 32 ആണ് തന്നിരിക്കുന്നത്. 32 മൈനസ് 5 ഇൻറ്റു ഡി നമുക്ക് എത്ര കിട്ടി? നേരത്തെ 6 കിട്ടിയിരുന്നു. കഴിഞ്ഞ ചോദ്യത്തിൽ നമ്മൾ 6 കിട്ടിയിരുന്നു. ഈക്വൽസ് 32 മൈനസ് 5 6 30 ഈക്വൽസ് 2 എന്ന് ആൻസർ കിട്ടി. അപ്പൊ നമുക്ക് 18ാമത്തെ പദം എത്ര കിട്ടി? 2 എന്ന് നമുക്ക് ആൻസർ കിട്ടി അല്ലെ? അപ്പൊ 2 ക്വസ്റ്റ്യൻ നമ്മൾ അതിലെ 2 പാർട്ട് നമ്മൾ ആൻസർ ചെയ്തിരിക്കുന്നു. ഇനി മൂന്നാമത്തെ പാർട്ട്, അവസാനത്തെ പാർട്ടുമായി ചോദിക്കുന്നത് ഫൈൻഡ് ദി സം ഓഫ് ഫസ്റ്റ് 35 ടേംസ്. ആദ്യം 35 പദങ്ങളുടെ തുക എന്ത് എന്നാണ് നമ്മളുടെ അടുത്ത ചോദ്യം. എങ്ങനെയാ 35 പദങ്ങളുടെ തുക നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും? നമുക്ക് 35 എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ഒരു ഓഡ് നമ്പർ ആണ് അല്ലെ? ഒറ്റ സംഖ്യയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ 35 പദങ്ങൾ ഉണ്ടെങ്കിൽ അതിനൊരു മധ്യപദം ഉണ്ടാവും. അപ്പൊ മധ്യപദം എന്ന് പറയുന്നത് അല്ലെങ്കിൽ മിഡിൽ ടേം എന്ന് പറയുന്നത് 18th ആണ് എന്ന് നമ്മൾ എവിടെ കണ്ടുപിടിച്ചു? കഴിഞ്ഞ കണക്കിൽ നമ്മൾ കണ്ടുപിടിച്ചു. അങ്ങനെ ഒരു ആ മിഡിൽ ടേം നമ്മൾ കണ്ടുപിടിച്ചാല് അതിന്റെ സം ഓഫ് 35 ടേംസ് എന്ന് പറയുന്നത് മിഡിൽ ടേം ഇൻറ്റു 35 ആയിരിക്കും. ഏതാവട്ടെ ഒരു ഒറ്റ സംഖ്യ. ഇത് എന്തായിരിക്കണം? ഓഡ് നമ്പർ ആയിരിക്കും. 35 ഇത് ഓഡ് നമ്പർ ആണ്. 35 ഒറ്റ സംഖ്യ ആയിരുന്നത്. അപ്പൊ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് സം ഓഫ് ദാറ്റ് മച്ച് ടേംസ് നമുക്ക് കിട്ടും. അപ്പോൾ മിഡിൽ ടേം നമുക്ക് എത്ര കിട്ടിയിരിക്കുന്നു? മിഡിൽ ടേം നമുക്ക് കഴിഞ്ഞ തവണ എന്ന് പറഞ്ഞിരിക്കുന്നതാണ്. മിഡിൽ ടേം എന്ന് പറഞ്ഞാൽ 18th ടേം അല്ലെ? ഇൻറ്റു ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് എത്രയാണ്? 35 ആണ്. 18th ടേം നമുക്ക് എന്ത് കിട്ടി? 2 ഇൻറ്റു 35 എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 70 ആയിരിക്കും. ഇതിന്റെ സം എന്ന് പറയുന്നത്, തുക എന്ന് പറയുന്നത് 35 ടേംസ് ഉള്ള അരിത്മെറ്റിക് സീരീസിലെ സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് എത്രയായിരിക്കും? 70 ആയിരിക്കും.